പുലിയാണ്, പുലീനെയാണോ മാനെയാണോ കാണുമ്പോൾ മനസ്സിലാവില്ല. എന്തായാലും നമുക്ക് നോക്കാം. വെൽക്കം ടു ദ ന്യൂ ചാപ്റ്റർ ഓഫ് ബാൻഡിഡോസ് എക്സ്പ്ലോർ. നമ്മൾ ഇന്ന് നെല്ലിയാമ്പതിയിലേക്കുള്ള ഒരു റൈഡാണ്. വി ഹാവ് അറൗണ്ട് 50 റൈഡേഴ്സ്. നമ്മൾ കേരളത്തിൻ്റെ പല ഭാഗത്തു നിന്നുള്ള ഈ റൈഡിങ് കമ്മ്യൂണിറ്റിയുള്ള എല്ലാവരും കൂടെ ബാൻഡിഡോസിൻ്റെ തൊട്ട് മുന്നിൽ എല്ലാവരും ഗ്യാദർ ചെയ്തിട്ടുണ്ട്. സോ വിത്തിൻ ഫ്യൂ മിനിറ്റ്സ് നമ്മളെല്ലാവരും കൂടെ ചേർന്നുകൊണ്ട് ഈ ഒരു റൈഡ് ഇവിടെ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോവാണ്. സോ ഇതൊരു പുതിയ അഡീഷനാണ്, പുതിയൊരു ലൊക്കേഷനാണ്. ഒരുപാട് ആക്ടിവിറ്റീസ് നമ്മൾ ആ ഒരു ലൊക്കേഷനിൽ, നമ്മൾ ഡെസ്റ്റിനേഷനിൽ ഏർപ്പാടാക്കിയിട്ടുണ്ട്. അവിടെ എത്തിയിട്ട് ബാക്കി വിശേഷങ്ങളെ കാണാം. ലെറ്റ്സ് ഗോ. Good morning everyone. Good morning. All right, thank you so much. So once again, welcome everyone for the new chapter of Bandidos Explore. And നമുക്കറിയാം, ഒരു റൈഡ് എന്ന് പറയുമ്പോൾ നമുക്ക് അതിന് സപ്പോർട്ട് ചെയ്യാൻ ഒരുപാട് ആളുകൾ വേണ്ടതായിട്ടുണ്ട്. ഈ ഒരു ബാൻഡിഡോസിൻ്റെ ചാപ്റ്റർ സപ്പോർട്ട് ചെയ്യുന്നത് റെഡ് റൂസ്റ്റർ പെർഫോമൻസ് എക്സോസ്റ്റ് ആണ്. സോ ഐ വുഡ് ലൈക്ക് ടു ഇൻവൈറ്റ് ദ മാൻ ബിഹൈൻഡ് റെഡ് റൂസ്റ്റർ എക്സോസ്റ്റ്. A pleasure to be here. The event, goes along. We'll get to meet, and just wish you all the very best. Safe riding. So we have stopped for a break. Breakfast വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. വി സ്റ്റാർട്ടഡ് ഏർലി ഇൻ ദ മോർണിംഗ് ആൻഡ് നൗ വി ആർ ഹിയർ അറ്റ് പാലക്കാട്. നമ്മളെ ഹൈവേയിൽ വൈറ്റ് ഹൗസ്, നമ്മളുടേതായിട്ടുള്ള ഒരു ഗ്രൂപ്പിൻ്റെ ഒരു റെസ്റ്റോറൻറ്റ് തന്നെയാണിത്. ഇവിടെ നിങ്ങൾ നേരെ ഭക്ഷണമൊക്കെ കഴിച്ച് നമ്മൾ നേരെ നെല്ലിയാമ്പതിയിലേക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം നമുക്ക് എല്ലാവർക്കും ഫ്യൂൽ ചെയ്തിട്ട് വരാം. ലെറ്റ്സ് ഗോ. നമ്മൾ റൈഡ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞ് ബ്രേക്ക്ഫാസ്റ്റ് പോയിന്റിലെത്തി. ഇപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ് ഒന്ന് ഫ്രഷായി. ഇതുവരെയും ലൈക്ക് ആസ് വി പ്ലാൻഡ് ഫസ്റ്റ് എങ്ങനെയാണോ നമ്മൾ ഗ്യാങ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്തത് അതേപോലെ തന്നെ ആയിരുന്നു. അടിപൊളിയായിരുന്നു. ഇറ്റ് വാസ് റിയലി നൈസ്. ആൻഡ് ആദ്യമായിട്ടാണ് ഒരു 50 റൈഡേഴ്സ് ഓൾമോസ്റ്റ് അത്രയും ഉണ്ട്. അത്രയും പേരുടെ അപ്പോൾ ആദ്യമായിട്ടാണ് പോണത്. സോ ത്രില്ലിങ്. ഇനിയുള്ള ഫ്രണ്ടിലോട്ടുള്ള ജേർണി ആൻഡ് ഓൾ ദി ആക്ടിവിറ്റീസ് ഭയങ്കര എക്സൈറ്റഡ് ആണ്. നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. ആദ്യമായിട്ടാണ് ഇങ്ങനെ വലിയൊരു റൈഡിൽ പങ്കെടുക്കുന്നത്, വലിയ ടീമിൻ്റെ കൂടെ. ഫസ്റ്റ് സ്റ്റോപ്പ് ആയതേ ഉള്ളൂ. അവിടെ ചെല്ലുന്നോളം വരെ എക്സൈറ്റഡ് ആണ്. അടുത്ത ചെന്നുള്ള പരിപാടികൾ റിയൽ എക്സൈറ്റഡ് ആണ്. ഇനി ബാക്കി എന്താ പറയുന്നത്, കഴിഞ്ഞ പ്രാവശ്യത്തെ എക്സ്പ്ലോറിൽ ഉണ്ടായിരുന്നു, നമ്മുടെ വയനാടുണ്ടായിരുന്നു. അപ്പോൾ അന്ന് പരിപാടി ഭയങ്കര അടിപൊളിയായിരുന്നുകൊണ്ട് ഇത് വന്നപ്പോഴേ ചാടിക്ക് രജിസ്റ്റർ ചെയ്തിട്ട് വിളിച്ചപ്പോൾ വളരെ സന്തോഷം. എക്സ്പ്ലോർ ഫസ്റ്റ് എഡീഷൻ വരാൻ പറ്റാത്തതുകൊണ്ട് ഇത് ഭയങ്കര എക്സൈറ്റഡാണ് വന്നത്. ഇപ്പോഴും എക്സൈറ്റ്മെൻറ്റ് ഒട്ടും കുറഞ്ഞില്ല. സൂപ്പർ എക്സൈറ്റഡ്. കൊടും ചൂടിൽ ഞങ്ങൾ ഇതാ ബേസ് ക്യാമ്പിലെത്തിയിരിക്കുകയാണ്. ഫ്രം ഹിയർ ഇറ്റ് ഈസ് ഓൾമോസ്റ്റ് അറൗണ്ട് 1.5 hours, അതായത് 1.5 മണിക്കൂർ ഓഫ് റോഡാണ്. നമ്മൾ ഓഫ് റോഡ് ബൈക്കിലല്ല പോകുന്നത്, പക്ഷേ ഇത് കുറച്ചും കൂടെ ഡേഞ്ചറസ് ആയിട്ടുള്ള ഓഫ് റോഡ് ആയതുകൊണ്ട് തന്നെ നമ്മൾ ഏകദേശം 10-50 ബൈക്കുണ്ട്. അപ്പോൾ അതിലെല്ലാവർക്കും ആ ഓഫ് റോഡൊക്കെ കയറി മുകളിലെത്താൻ സാധിക്കുമെന്നുള്ളത് റിസ്ക്കാണ്. സോ ഇവിടുന്ന് നമ്മൾ ഓഫ് റോഡ് വെഹിക്കിൾസ് ഓൾറെഡി സജ്ജീകരിച്ചിട്ടുണ്ട്. സോ ദ ഹോൾ ടീം ഇസ് ഗോയിങ് വിത്ത് ദ ഓഫ് റോഡ് ടീം. അങ്ങനെ നമ്മൾ ആ ഒരു ഓഫ് റോഡ് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടി പോവാണ്. ആൻഡ് ആഫ്റ്റർ 15 kilometers ഓഫ് ലോങ് ഓഫ് റോഡ് ഡ്രൈവ് നമ്മൾ നമ്മുടെ ഡെസ്റ്റിനേഷനിലെത്തും. സോ യു ക്യാൻ സീ യു ക്യാൻ ഫീൽ ദാറ്റ് ഒരു ഫോറസ്റ്റിൻ്റെ ഉള്ളിലുള്ള വർഷങ്ങൾ പഴക്കമുള്ള ബ്രിട്ടീഷുകാർ താമസിച്ചിട്ടുള്ള ഒരു വലിയ സെറ്റപ്പിലേക്കാണ് നമ്മൾ പോകാൻ പോകുന്നത്. ശരി, ഗോ, ലെറ്റ്സ് ഗോ.
ഹൗസ് എക്സ്പ്ലോർ ഇസ് ഓൾ അബൌട്ട് ഓൺലി റൈഡ് മാത്രമല്ല, ഇറ്റ്സ് ആക്ച്വലി എക്സ്പ്ലോറിന്റെ അറ്റം പിടിക്കുക എന്നുള്ളതാണ്. സോ ഈ ഒരു ഇവന്റിൽ നമ്മൾ സപ്പോർട്ട് ചെയ്തിട്ടുള്ള, നമ്മൾ പവർ ചെയ്തിട്ടുള്ള the brand is actually Red Rooster Exhaust. So I would like to invite Mr. Dinesh Reddy, the founder and the backbone behind the Red Rooster Exhaust. We thought we'll use this wonderful opportunity to launch a new product we've come out for the Bear 650. It's called the Stellar X. Welcome. So, yeah. With all your permission, guys. സാജിദ് ഖാൻ, ഐ വുഡ് ലൈക്ക് ടു ഇൻവൈറ്റ് സാജിദ് ഖാൻ. നമ്മൾ ഈ രണ്ട് വാക്ക് നമ്മളൊക്കെ പറഞ്ഞതിന് ശേഷം ബാക്കി പിന്നെ എല്ലാവർക്കും പറയാനുള്ള അവസരം കൊടുക്കുക എന്നുള്ളതാണ്. അല്ല, ബാൻഡോസ് എനിക്കും പറഞ്ഞ പോലെ എൻ്റെ എല്ലാ ഡൗട്ട്സും ക്ലിയർ ചെയ്യുന്ന ഒരാളാണ് മുർഷിദ്. അതായത് എനിക്ക് ഉണ്ടാകുന്ന ചെറിയ ഡൗട്ടുണ്ട്, ഈ ബൈക്ക് ചെയ്ത് നല്ലത്, ഇല്ലെങ്കിൽ ഏത് സംഭവങ്ങൾ യൂസ് ചെയ്യാം, ഇല്ലെങ്കിൽ ഇതിനകത്ത് ഏത് ടയർ ഇടാം, ഇങ്ങനത്തെ എൻ്റെ എല്ലാ ഡൗട്ട്സും ഞാൻ എന്തായാലും ഒരു മാസത്തിൽ 2-3 പ്രാവശ്യം മുർഷിദിനെ വിളിക്കാറുണ്ട്. അപ്പോൾ മുർഷിദും ബാൻഡോസും എനിക്ക് ഭയങ്കര ക്ലോസ് ടു ഹാർട്ടാണ് എൻ്റെ ഈ രണ്ട് ബ്രാൻഡും. അത് മാത്രമല്ല മുർഷിദിൻ്റെ എനർജി പഠിച്ചോ ഇനിയും ഒരുപാട് നാൾ കൊടുക്കട്ടെ. കാര്യം ഞാൻ കൊച്ചിയിലൊരു ഇവന്റ് കണ്ട് ഞെട്ടിപ്പോയിട്ടുണ്ട്. ഒരാൾ ഒറ്റയ്ക്ക് നിന്ന് ഇങ്ങനെ എന്താ തൃശ്ശൂർ പൂരം പോലത്തെ ഒരു ഇവന്റ് നമ്മുടെ ബാംഗ്ലൂർ ഡേയ്സിന്റെ ക്ലൈമാക്സ് ഒക്കെ ഓർഗനൈസ് ചെയ്തപ്പോൾ ശരിക്കും അതൊക്കെ ചെറിയ കഴിവല്ല, അതൊക്കെ ഭയങ്കര ബ്ലെസ്ഡ് ആണ്. എന്നെ റൈഡിങ്ങിലേക്കുള്ള ഈ ഒരു വട്ടിലേക്ക് കൊണ്ടുവന്ന ഒരു മെയിൻ ആളും മെയിൻ ബ്രാൻഡും ഒന്ന് മുർഷിദ് ബാൻഡിഡോസ് ആൻഡ് ബാൻഡിഡോസ്. ഇതുപോലെ ഒരു 3-4 വർഷമായിട്ട് മുർഷിക്ക കൂടെ ഉണ്ട്. ഞാൻ എൻ്റെ ഒരു വി സ്ട്രോം എടുത്തതിന് ശേഷമാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ റൈഡ് സ്റ്റാർട്ട് ചെയ്തത്. ആ വി സ്ട്രോമായിട്ട് ലേ പോയി. ആ ലേ പോകാൻ തന്നെ കാരണം മുർഷിക്ക ഫുൾ സപ്പോർട്ട് ചെയ്തു. ഫുൾ ആ വണ്ടിക്ക് വേണ്ട ആക്സസറീസും കാര്യങ്ങളും എല്ലാം സെറ്റ് ചെയ്ത് ഒരു വേറൊരു രൂപത്തിൽ തന്നെ വി സ്ട്രോം കയ്യിൽ കിട്ടി. ഫസ്റ്റ് ടൈം എൻ്റെ ഇൻസ്റ്റാഗ്രാം പേജിൽ ബാൻഡോസ് എന്നൊരു മെസ്സേജ് വരുന്നു, ഒരു ബർത്ത്ഡേ ബാച്ചിൻ്റെ ഒരു ഇതുകൊണ്ട് വീഡിയോ ചെയ്യാൻ പറ്റുമെന്ന്. അന്ന് വീഡിയോ റീച്ച് ഒന്നും ഇല്ല, വീഡിയോ നിർത്തണം എന്നൊരു നിൽക്കുമ്പോഴാണ് വീഡിയോ ഇടുന്നത്. അന്ന് എനിക്ക് വീഡിയോ കമൻറ്റ് ഇട്ടു. അതെനിക്ക് ഉണ്ടായ ഇൻസ്പിറേഷൻ പിന്നീടാണ് വാശിയോടെ ആരും വീഡിയോ ചെയ്യാൻ പറ്റിയത്. ഞാൻ എൻ്റെ ലേ ലഡാക്ക് റൈഡിനാണ് ഫസ്റ്റ് ടൈം ബാൻഡിഡോസ് പോകുന്നത്. എൻ്റെ GS-ൻ്റെ എല്ലാ ആക്സസറീസും ഞാൻ അവിടെ നിന്നാണ് ചെയ്തത്. ഇപ്പോൾ ഒരു ഗിയർ ചൂസ് ചെയ്യുകയാണെങ്കിലും ബൈക്കിൻ്റെ എന്തൊരു ചെറിയ സാധനം ചൂസ് ചെയ്യുകയാണെങ്കിലും ദ ജേർണി സ്റ്റാർട്ടഡ് വിത്ത് ബാൻഡിഡോസ്. ഇതേപോലെ ഇത്രയും എല്ലാവരെയും ഗ്യാദർ ചെയ്യുന്ന ഫങ്ഷൻസ് ആൻഡ് ഇവൻറ്റ്സ് കണ്ടക്ട് ചെയ്യുന്നത് ഇറ്റ്സ് നോട്ട് എൻ ഈസി ജോബ് ആൻഡ് കുഡോസ് ഫോർ ദാറ്റ്. ഈ ഒരു പ്രോഗ്രാമിലേക്ക് ഇൻവിറ്റേഷൻ കിട്ടിയപ്പോൾ ഞാൻ ഭയങ്കര ഹാപ്പി ആയിരുന്നു. സോ ഇൻവൈറ്റ് ചെയ്തതിന് ഒരുപാട് താങ്ക്സ്. ബൈക്ക് വാങ്ങിയപ്പോൾ തൊട്ട് കേൾക്കുന്നൊരു പേരാണ് പ്രതീക്ഷ. ഞാൻ കാലിക്കറ്റ് ആയതുകൊണ്ട് തന്നെ മുർഷിദിക്കൻ്റെ പേരും അതുപോലെ തന്നെ ബാൻഡിഡോസിൻ്റെ പേരും. മുർഷിക്കാൻ്റെ വീഡിയോ ഒക്കെ കാണുമ്പോൾ ഭയങ്കര ഹൈ എനർജിയാണ്. അതൊക്കെ കാണുമ്പോൾ വീണ്ടും നമുക്ക് വീഡിയോസൊക്കെ ഇങ്ങനെ ചെയ്യാൻ തോന്നും. നമ്മളിങ്ങനെ പൈയൊക്കെ ചെയ്യുമ്പോൾ അതൊന്നിട്ട് ഭയങ്കര എനർജി. അപ്പൊ നമ്മള് ചെറിയ ഫാൻ. 2 വാക്ക് പറഞ്ഞു, പക്ഷെ സെറ്റായി. നെക്സ്റ്റ് ഒരു വിറ്റ് വായിക്കാം. ഏതാ സോങ് നോക്കാം. कभी शोला मैं मजनू रूह है मेरी लैला मेरे दिल का प्यारा नजराना तू गुल नया खिलाने ये हदाए कमाल है के समा
सुबह अल्लाह कभी शबनम कभी शोला मैं मजनू तू है मेरी लैला मेरे दिल का प्यारा नजराना നമ്മൾ കാട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. പുലിനെയാണോ മാനെയാണോ കാണുമ്പോൾ മനസ്സിലാവില്ല. എന്തായാലും നമുക്ക് നോക്കാം. ഓക്കെ. ടീം രാജേഷ് കണ്ടിട്ടുള്ള ആനിമൽസ് എന്താണെന്നുള്ളത് നോക്കും. ടൈഗറോ? അത് പഴയ വയനാടത്തെ, അത് മറ്റേ സാധന. വയനാടത്തെ മറ്റേ വീഡിയോ കണ്ടില്ലേ? ആനൊക്കെ ഉണ്ട്. ഇന്നലെ ഒരു ഹമ്പ് ചാടിയതുള്ളൂ, മലമ്പാമ്പ്. അതേ വീഡിയോ കാണിച്ചോ, പഴയ ഒരു ദിവസം ഹമ്പ് ചാടി എന്ന് പറഞ്ഞിട്ട് ഡൗട്ട് വന്നിട്ട് നമ്മളെല്ലാരും പോയി നോക്കുമ്പോ അമ്പല്ല ചാടിയത്, പാമ്പിനെ. കരടി ഇഷ്ടം പോലെ. ശരിക്കും പറഞ്ഞാല് ഒരു നല്ലൊരു എക്സ്പീരിയൻസ് ഉണ്ടാക്കാൻ സാധിച്ചു എന്നുള്ളതാണ് അല്ലെ. നമ്മളെല്ലാവരും കൂടി ചേർന്നുകൊണ്ട് ഇങ്ങനെ പല ജീപ്പുകളിലായിട്ട് യാത്ര ചെയ്ത് വിത്ത് ഗോഡ്സ് ഗ്രേസ് നമ്മൾ ആനിമൽസിനെ കണ്ട് വളർത്തലാണോ എന്ന് എനിക്ക് പല സാഹചര്യത്തിൽ സംശയമായി. എന്ന് തന്നെ ആയാലും ഒരു ഡിഫറെന്റ് എക്സ്പീരിയൻസ് ആയി അല്ലേ. സംഗീതനം ഓരോ ഈണങ്ങളിൽ പാടുവാൻ നീ തീർത്ത മൺവീണ ഞാനൊരു പാട്ട് പാടാം. പാട്ട് കേട്ടു ഞാനാടാം. നാട്ടുമയില് നീ അറിഞ്ഞോ? ഞാൻ കൊണ്ടുപോകും മധുരം പൂവാടി നീ തേടുവതാരി മമ്മൂട്ടി ഡാൻസ് ചെയ്ത പോലെ ഉണ്ട്. എന്നാലും കുഴപ്പമില്ല, ഡാൻസ് ചെയ്തല്ലോ. നീലാവ് പോലെ നീ നല്ല നിലാമലരെ നിലാമലരെ പ്രഭാകിരണം വരാറായി When this word came, Bandidos Explore is a different kind of a chapter. So we actually wanted to give a different experience for the riders who was gathering. It is not only about the ride, it's an experience where riders all are gathering and we are having a different experience. That's how the word came, explore the unexplored. ഇന്ന് ബാൻഡിഡോസ് എക്സ്പ്ലോറിൻ്റെ റൈഡേഴ്സിന് വേണ്ടി മാത്രമായിട്ട് ഒരു എക്സ്ക്ലൂസീവ് സെഷൻ ഞാൻ ചെയ്യാൻ പോവാണ്. നമ്മൾ ഒരു റൈഡ് പോകുന്നതിന് മുമ്പ് എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, ഏത് രീതിയിൽ നമ്മളെ ബോഡീനെ പ്രിപ്പയർ ചെയ്യണം എന്നുള്ളത് ഇന്ന് ഞാൻ മനസ്സിലാക്കിയതാണ്. Lucky winner is Afnan Khan. Afnan Khan.
ഞാൻ ഇപ്പോൾ ഉള്ളത് നെല്ലിയാമ്പതിയിലാണ്. ബാൻഡിഡോസ് എക്സ്പ്ലോറിൻ്റെ റെഡ് റോസ്റ്റേഴ്സുമായിട്ട് ചേർന്നിട്ടുള്ള ഒരു അടിപൊളി ഒരു ബൈക്ക് ക്യാമ്പിംഗ് റൈഡ് വിത്ത് ക്യാമ്പയിൻ ഞങ്ങൾ വന്നിരിക്കുന്നത്. ഒരുപാട് അടിപൊളി ഒരു 50 മേൽ റൈഡേഴ്സൊക്കെ ആയിട്ട് ഒരു അടിപൊളി പ്ലഷർ ട്രിപ്പായിരുന്നു. ഞങ്ങളെ സംബന്ധിച്ചോളം ബാൻഡിഡോസ് എന്ന് പറഞ്ഞൊരു ബ്രാൻഡ് മുന്നോട്ടുന്ന ആശയങ്ങളൊക്കെ ഭയങ്കര അടിപൊളിയാണ്. കേരളത്തിൽ ബൈക്ക് കൾച്ചർ ഒരു അക്സസറി ഷോപ്പിലെ മാനുഫാക്ചേഴ്സിനപ്പുറം ഒരു ബൈക്ക് കൾച്ചർ കൊണ്ടുവരാൻ അവർ കൊണ്ടുവന്ന ഇനിഷ്യേറ്റീവ്സ് ഒക്കെ ഭയങ്കര അടിപൊളിയാണ്. ആദ്യം തന്നെ ഫോറസ്റ്റിലേക്കാണ് നമ്മുടെ റൈഡ് എന്ന് പറയുമ്പോൾ ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു. കാരണം ഞാൻ ഇതുവരെ അങ്ങനെ ബംഗ്ലാവിലൊന്നും സ്റ്റേ ചെയ്തിട്ടില്ല. അപ്പോൾ അതെങ്ങനെ ആവും എന്താവും എന്നൊക്കെ ഭയങ്കര എക്സൈറ്റ്മെൻറ്റ് ഉണ്ടായിരുന്നു. ദ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇവിടുത്തെ ഒരു നൈറ്റ് സഫാരി ആയിരുന്നു. നമുക്ക് വൈൽഡ് ആനിമൽസിനെയൊക്കെ സ്പോട്ട് ചെയ്യാൻ പറ്റി. അത് കഴിഞ്ഞ് ഇവിടെ വന്ന് പാട്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് ചില്ല് ചെയ്ത് ഒരു നൈറ്റ് അങ്ങനെ സ്പെൻഡ് ചെയ്തു. അടിപൊളി ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. നമ്മളിവിടെ വന്നപ്പോൾ തൊട്ട് ഫുൾ ടൈം എൻഗേജ്ഡ് ആയിരുന്നു. പിന്നെ നമ്മുടെ ഏറ്റവും ഒരു അട്രാക്റ്റീവ് ആയിട്ട് ഫീൽ ചെയ്ത് ലൈവ് മ്യൂസിക് ആണ്. ഇതിൽ ഏറ്റവും എടുത്തു പറയാൻ എനിക്ക് തോന്നിയ ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ബുർഷിദ് ബ്രോയുടെ ഒരു മനസ്സ് തന്നെയാണ്. ആൾ ഭയങ്കര ആക്റ്റീവായിരുന്നു. അപ്പം നമ്മളൊക്കെ ഈവനിങ് വരെ ആണെങ്കിലും വളരെ ആക്റ്റീവായിട്ടാണ് അദ്ദേഹം കാര്യങ്ങൾ കൈകാര്യം ചെയ്തത്. എനിക്ക് ഏറ്റവും അടിപൊളിയായിട്ട് തോന്നിയത് ഇൻട്രാക്റ്റീവ് സെഷൻസ് തന്നെയാണ്. ദ ഗെയിംസ് ദാറ്റ് വി കണ്ടക്റ്റഡ്, അന്താക്ഷരി ആണെങ്കിലും അത് കഴിഞ്ഞ് രാവിലത്തെ സെഷൻസ് ആണെങ്കിലും ഇറ്റ് വാസ് ഗ്രേറ്റ്. ഭയങ്കര അടിപൊളിയായിരുന്നു. വന്ന എല്ലാ ടീം എല്ലാം ഭയങ്കര ശരിക്കും ബാൻഡിഡോസിൻ്റെ മൊത്തം ടീമിൻ്റെ ഒരു ശരിക്കുള്ള എഫേർട്ട് അതിൽ കാണാൻ പറ്റി. അടിപൊളിയായിട്ടാണ് ഓർഗനൈസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇവിടെ വന്നിട്ടാണെങ്കിലും സ്റ്റേ സൂപ്പറായിരുന്നു. ജീപ്പ് സഫാരിയാണ് ഏറ്റവും ഇഷ്ടമായത്. വൈൽഡ് ആനിമൽസിനെ സ്പോട്ട് ചെയ്തതും നൈറ്റ് ആ ഒരു വൈബ് അടിപൊളിയായിരുന്നു. ഞാൻ ഒരു ഡിസിപ്ലിൻ ലെവലിൽ ഓരോ കാര്യങ്ങളും റൈറ്റ് ടൈമിൽ നടക്കണം എന്ന് വിചാരിക്കുന്ന ഒരാളാണ്. ആ രീതിയിൽ പറയുകയാണെങ്കിൽ തന്നെ ഐ എം സോ മച്ച് സാറ്റിസ്ഫൈഡ് ദാറ്റ് ഒരു സമയം ബാൻഡിഡോസ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ചെയ്തിരിക്കും. ദാറ്റ്സ് ദ ബെസ്റ്റ് തിങ് ദാറ്റ് ഐ ലവ് അബൌട്ട് ദറ്റ് ഹോൾ ടീം. നെക്സ്റ്റ് ബാൻഡിഡോസ് എക്സ്പ്ലോറിന് വേണ്ടി ഐ എം വെയിറ്റിംഗ്. Big thanks to the people who gathered with us. അടുത്ത ഒരു ബാൻഡിഡോസ് എക്സ്പ്ലോർ ഇവൻറ്റുമായിട്ട് we'll meet again soon. So once again, thanks to the Red Rooster for supporting us for this event, and Sajid Ka, Vigaran, my friend, and all the riders who gathered and participated for this event. പിന്നെ നമ്മൾ ഈ ഒരു വെന്യൂ ഇതിൽ പിന്നിൽ ഒരുപാട് ഡ്രൈവേഴ്സൊക്കെ വെരി ഫ്രണ്ട്ലി ഡ്രൈവേഴ്സാണ്. സോ ഓൾ ദ ഡ്രൈവേഴ്സ് എല്ലാവരോടും ഒരുപാട് താങ്ക്സ്. ആൻഡ് യാ, ലെറ്റ്സ് ഹോപ്പ് ഫോർ more events like this in different parts of India. Thank you so much. ഈ ഒരു ഇവൻറ്റിൽ പങ്കെടുക്കാൻ സാധിക്കാത്തവരൊന്നും വിഷമിക്കേണ്ട. we are coming up with more motorcycle related events. അതിലൊക്കെ നിങ്ങൾക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാം. That's it. Thank you so much. See you on the next video. This is Murshid Banwas signing off from Nelliyambadi. Bye.